Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. കോറിലേഷൻ എന്താണ്, അതല്ലെങ്കിൽ റിഗ്രഷൻ എന്താണ്, അതല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷനെ പറ്റിയിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് ആദ്യത്തെ സജഷൻ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അതിപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതല്ലെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ലെങ്കിൽ നോർമൽ. ഈ 3 ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ്, ഹൈപ്പോത്തസിസ് എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിൻ്റെ ടൈപ്സ്, അത് ചിലപ്പോൾ നള്ളായിരിക്കാം, ഓൾട്ടർനേറ്റീവ് ആയിരിക്കാം ചോദിക്കുക. നള്ള് അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നിർബന്ധമായി നോക്കണം. നെക്സ്റ്റ്, പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, അതല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. അതാണ് നെക്സ്റ്റ് പറയാനുള്ള, റിപ്പീറ്റ് ആണ്. ഇനി നെക്സ്റ്റ്, എസ്റ്റിമേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിപ്പോൾ ചിലപ്പോൾ ഇൻ്റർവൽ എസ്റ്റിമേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ ഉണ്ട്. അങ്ങനെ 3 എസ്റ്റിമേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. നെക്സ്റ്റ്, ടൈപ്പ് 1 എറർ എന്താണ്, അതല്ലെങ്കിൽ ടൈപ്പ് 2 എറർ എന്താണ്. ടൈപ്പ് 2 എറർ അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ്, ക്യൂട്ടീനെ പറ്റിയുള്ള ബേസ് ചോദ്യം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ റോൾ ഓഫ് ക്യൂട്ടി ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ക്യൂട്ടിയുടെ സ്കോപ്പ് അതും ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും നോക്കുക. ഇനി നെക്സ്റ്റ്, എഫ് ടെസ്റ്റ് എന്താണ് ചോദിക്കാറുണ്ട്, എന്താണെന്നുള്ളത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ സൈൻ ടെസ്റ്റ് എന്താണ്, സൈൻ ടെസ്റ്റിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, നിർബന്ധമായി നോക്കണം. ഇനി എക്സലിൻ്റെയോ SPSSൻ്റെയോ യൂസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. യൂസ് ഓഫ് എക്സൽ ഇൻ ഡാറ്റ അനാലിസിസ്. അതുപോലെ തന്നെ SPSSനെ പറ്റിയിട്ട്, SPSS എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുക. അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ SPSSO എക്സലോ ഇതാണ് നെക്സ്റ്റ് ഉള്ളത്. ഇനി അനോവ എന്താണെന്നുള്ളത് പലപ്പോഴും വരാറുള്ളതാണ്. നമുക്ക് എസ്സേയുടെ പോലെ തന്നെ തിയറി ആയിട്ട് അനോവ എന്താണെന്നുള്ളത് നോക്കണം. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള മറ്റൊരു ചോദ്യം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്. അതുപോലെ തന്നെ
നമുക്ക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അല്ല കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ എക്സലിൻ്റെ യൂസസ് ഞാൻ പറഞ്ഞു, കോഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ പറഞ്ഞു, ടെക്നിക്സ് ഓഫ് അനാലിസിസ് ഓഫ് വാരിയൻസ് ഞാൻ പറഞ്ഞു, അനോവനെ പറ്റിയിട്ട് ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 280 റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ലഭിക്കും കുറച്ച് ചോദ്യങ്ങൾ, 4 കിട്ടിയാൽ മതി. കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, കോഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, പോയിസോൺ, ബൈനോമിയൽ, നോർമൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഹൈപ്പോത്തസിസ്, പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, എസ്റ്റിമേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ക്യൂട്ടിയുടെ ബേസിക്സ്, റോൾ, സ്കോപ്പ്, എഫ് ടെസ്റ്റ് എന്താണ്, സൈൻ ടെസ്റ്റ് എന്താണ്, ZD അതൊക്കെ നോക്കി വയ്ക്കുക. എക്സൽ, SPSS, അനോവ, പിന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.